ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 നോബൽ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നൊബേൽ സമ്മാനങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നൊബേൽ സമ്മാനങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചത്, ഏതൊക്കെ മേഖലയിലാണ് അത് നൽകിയത്, അതുപോലെ തന്നെ അത് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സഹായകമാകുന്ന ചെറിയൊരു കോഡ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പങ്കിട്ടത് 3 പേരാണ്. മേരി ഇ ബ്രോങ്കോ USA, ഫ്രെഡ് റാംസ്ഡെൽ USA, ഷിമോൺ സാകാഗുച്ചി ജപ്പാൻ. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് ഇവരെ നോബൽ സമ്മാനത്തിന് അർഹരാക്കിയത്. രോഗപ്രതിരോധ കോശങ്ങൾ നമ്മുടെ സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നത് തടയുന്ന രോഗപ്രതിരോധ സംവിധാനത്തിലെ റെഗുലേറ്ററി ടി കോശങ്ങളെയാണ് പുരസ്കാര ജേതാക്കൾ തിരിച്ചറിഞ്ഞത്. ഇനി ഇത് ഓർത്തിരിക്കാനുള്ള ഒരു കോഡ് നമുക്ക് നോക്കാം കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കുക, ഒരു രോഗം വന്നു. ആ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ വീടിൻ്റെ ബാക്കിലൊരു കോവിലുണ്ടെങ്കിൽ നമ്മൾ ആ ബാക്കിലുള്ള കോവിലിലേക്ക് പോകും. അവിടെ രാമനാണ് പ്രതിഷ്ഠ എന്ന് വിചാരിക്കുക. അപ്പോൾ രാമനോട് നമ്മൾ പ്രാർത്ഥിക്കും. എന്താണ് പ്രാർത്ഥിക്കുക? പെട്ടെന്ന് സുഖപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇനി കോഡിനെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് രോഗം വന്നു, രോഗത്തെ പ്രതിരോധിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ രോഗം എന്നുള്ളതിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി രോഗത്തെ പ്രതിരോധിക്കാൻ എന്ന് പറഞ്ഞു, അതായത് രോഗപ്രതിരോധ കോശങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഇനി വീടിൻ്റെ ബാക്കിലുള്ള കോവിലിൽ പോയി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ബാക്കിലുള്ള കോവിൽ ബ്രാങ്കോ മേരി ഇ ബ്രാങ്കോ എന്നുള്ള പേര് ബാക്കിലുള്ള കോവിലുമായിട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്യുക. ഇനി നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞത്? രാമനോടാണ് പ്രാർത്ഥിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഫ്രെഡ് റാംസ്ഡെൽ. ഇനി എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പെട്ടെന്ന് സുഖാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിൽ നിന്ന് സകാഗുച്ചി, സുഖമാകാൻ എന്നുള്ളത് സകാഗുച്ചി, ഷിമോൺ സകാഗുച്ചി. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആളുകളുടെ പേര് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും. 2025 ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം US നിന്നുള്ള 3 പേരാണ് പങ്കിട്ടത്. ഒന്നാമത്തെ ആള് ജോൺ ക്ലാർക്ക്, രണ്ടാമത്തെ ആള് മൈക്കിൾ H. ഡെവോറൈറ്റ്, മൂന്നാമത്തെ ആള് ജോൺ M. മാർട്ടിനസ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സ്വാധീനം തെളിയിക്കുന്ന ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് ഈ ഒരു അംഗീകാരം ലഭിച്ചത്. അതിൽ തന്നെ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെയും ഊർജ്ജ ക്വാണ്ടൈസേഷൻ്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി, കമ്പ്യൂട്ടറുകൾ, സെൻസറുകൾ എന്നിവയിലെ മുന്നേറ്റങ്ങൾക്ക് ഇത് വളരെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഫിസിക്സിന് നൊബേൽ സമ്മാനം ലഭിച്ച ഇവരുടെ പേര് ഓർത്തിരിക്കുന്നതിനുള്ള ചെറിയൊരു കോഡാണ് പറയാൻ പോകുന്നത്. നമുക്കൊരു യാത്രയുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മളൊരു യാത്ര പോകുമ്പോൾ എന്താണ്, ഒരുപാട് ദൂരം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ എനർജി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടണലൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എത്താനായിട്ട് ടണലിൽ കൂടെയൊക്കെയാണ് പോവുക. ഇനി നമ്മൾ ഏത് യാത്ര പോവുകയാണെന്നുണ്ടെങ്കിലും എപ്പോഴും അലമ്പുണ്ടാക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവനോട് നമ്മൾ പറയും, എടാ ദൈവത്തെ ഓർത്ത് കളിക്കാണ്ടൊന്നും മര്യാദയ്ക്കിരിക്കും. ഇനി നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ എനർജി കുറേ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനർജി എന്നുള്ളതിൽ നിന്ന് ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനമാണെന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ യാത്ര പോകുമ്പോൾ എനർജി നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ്, നമ്മൾ ഈസി ഷോർട്ട് കട്ടിൽ കൂടെ പോകും, ടണലിൽ കൂടെയൊക്കെ പോകും. അപ്പോൾ എനർജി ടണലിങ്, ക്വാണ്ടം മെക്കാനിക്സും എനർജി ടണലിങ്ങിനുമാണ് ഇവർക്ക് ഈ ഒരു നേട്ടത്തിന് അർഹരാക്കിയത്. ഇനി 3 പേരുടെ പേരുകളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ആലമ്പുണ്ടാക്കുന്ന കൂട്ടുകാരനോട് എന്തു പറയും? ദൈവത്തെ ഓർത്ത് കളിക്കാണ്ട് മര്യാദയ്ക്കിരിക്കടാ. അപ്പോൾ ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് എന്നുള്ളതിൽ നിന്ന് മൈക്കിൾ H. ഡെവോറൈറ്റ്. കളിക്കാണ്ട് എന്നുള്ളതിൽ നിന്ന്, കളിക്കാണ്ട് മര്യാദയ്ക്കിരിക്കട, അതിൽ കളിക്കാണ്ട് എന്നുള്ളതിൽ നിന്ന് ജോൺ ക്ലാർക്ക്. മര്യാദയ്ക്കിരിക്കട എന്നുള്ളതിൽ നിന്ന് മാർട്ടിനസ്, അങ്ങനെ കണക്ട് ചെയ്യുക. ജോൺ M. മാർട്ടിനസ്. അപ്പോൾ ഇത്തരത്തിൽ ഫിസിക്സിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആളുകളുടെ പേര് അവർക്ക് ഏത് മേഖലയിലാണ് ലഭിച്ചതെന്ന് കൂടി നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. 2025 രസതന്ത്ര നൊബേൽ സമ്മാനം പ്രധാനമായിട്ട് 3 ഗവേഷകരാണ് പങ്കിട്ടത്. ഒന്നാമത്തെ ആള് സുസുമ കിറ്റഗാവ ജപ്പാനിൽ നിന്നാണ്, രണ്ടാമത്തെ ആള് റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയ, മൂന്നാമത്തെ ആള് ഒമർ M. യാക്കി USA. തന്മാത്രാ വാസ്തുവിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ വികസിപ്പിച്ചതാണ് ഇവരെ കെമിസ്ട്രിക്കുള്ള നൊബേൽ സമ്മാനത്തിന് അർഹരാക്കിയത്. 2025 കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചവരുടെ പേരുകൾ ഓർത്തിരിക്കുന്നതിനുള്ള ചെറിയൊരു കോഡ് നമുക്ക് നോക്കാം.
റിച്ച് ആയിട്ടുള്ള ആളുകൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ എങ്ങനെയാണ്? കാറിലാണ് പോവുക. അപ്പോൾ ഒരു സുസൂക്കി കാറിലാണ് പോകുന്നതെന്ന് ആലോചിക്കുക. കാറിൻ്റെ പ്രത്യേകത എന്താണ്? അതിനൊരു മെറ്റൽ ഫ്രെയിം വർക്കാണുള്ളത്. ഇനി നമുക്ക് കണക്ട് ചെയ്യാം. റിച്ച് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് റിച്ചാർഡ് റോബ്സൺ യാത്ര പോകുമ്പോൾ, യാത്ര എന്നുള്ളതിൽ നിന്ന് ഒമർ എം യാക്കി എങ്ങനെയാണ് പോവുക? കാറിലാണ് പോവുക എന്ന് പറഞ്ഞു. സുസൂക്കി കാറിലാണ് പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ സുസൂമ കിറ്റഗാവ. ഇനി കാറിൻ്റെ പ്രത്യേകത എന്താണ്? അതിനൊരു മെറ്റൽ ഫ്രെയിം വർക്കാണുള്ളത്. അപ്പോൾ മെറ്റൽ എന്നുള്ളത് തന്നെ നമുക്കറിയാം കെമിസ്ട്രിയായിട്ട് റിലേറ്റ് ചെയ്താണ്. അപ്പോൾ കെമിസ്ട്രിക്കുള്ള നൊബേലിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി ഫ്രെയിം വർക്ക്, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിൻ്റെ ഡെവലപ്മെൻറ്റിനാണ് അവർക്ക് ഈ ഒരു പുരസ്കാരത്തിന് അർഹരായത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സിമ്പിളായിട്ട് കോഡ് വെച്ചിട്ട് ഇത് ഓർത്തിരിക്കാം. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ്നഹോർക്കായ്ക്കാണ്. 1954 ഹംഗറിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. സാഹിത്യത്തിലെ ആധുനികതയുടെ വക്താക്കളിൽ പ്രധാനിയാണ് ഇദ്ദേഹം. ഹംഗറിയിൽ നിന്ന് സാഹിത്യ നോബൽ ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ്. 2002 ഇത്രേ കെർടെസിനാണ് സാഹിത്യ നോബൽ കിട്ടിയ ആദ്യത്തെ ഹംഗറിക്കാരൻ. നമ്മുടെ ലാസ്ലോ കാർസ്നഹോർക്കായുടെ ആദ്യത്തെ കൃതിയാണ് സ്റ്റാൻ ടാൻഗോ. 1985 അത് രചിച്ചത്. ഈ ഒരു കൃതിക്ക് 2015 മാൻ ബുക്കർ ഇൻ്റർനാഷണൽ സമ്മാനം ലഭിച്ചിരുന്നു. 2018 ബുക്കർ പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇദ്ദേഹത്തിൻ്റെ ദ വേൾഡ് ഗോസ് ഓൺ എന്ന് പറയുന്ന കൃതി ഉൾപ്പെട്ടിട്ടുണ്ട്. 2019 വിവർത്തന സാഹിത്യത്തിനുള്ള നാഷണൽ ബുക്ക് അവാർഡിൽ ബാരൻ വെൻഖൈമിൻ്റെ ഹോം കമ്മിങ് എന്ന് പറയുന്ന ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ഇദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മറ്റ് പ്രധാന കൃതികളാണ് ദ മെലങ്കലി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, സീബോ ദെയർ ബിലോ, ദ ബിൽ, ദ ലാസ്റ്റ് വുൾഫ് ആൻഡ് ഹെർമൻ. അപ്പം ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഇനി 2025 സാഹിത്യ നോബൽ കിട്ടിയ ലാസ്ലോ ക്രാസ്നഹോർക്കായുടെ പേരെങ്ങനെ ഓർത്തിരിക്കാം എന്ന് നോക്കാം. നമ്മൾ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കോളേജ് ക്യാൻറ്റീനിലൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് വർത്താനം പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ കയറിയപ്പോൾ ലാസ്റ്റാണ് ക്ലാസ്സിൽ കയറിയത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ എന്തായാലും നമ്മൾ പ്രൊഫസർ പുറത്താക്കും. അപ്പോൾ നോട്ടൊന്നും എഴുതിയെടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇനി നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ വിശന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഹംഗേറിയൻ എഴുത്തുകാരനാണെന്ന് ഓർക്കാം. ഇനി നമ്മൾ ക്ലാസ്സിലെത്തിയപ്പോൾ ലേറ്റായിട്ടാണ് ക്ലാസ്സിലെത്തിയത്. ലാസ്ലോ ക്രാസ്നഹോർക്കായ് ലേറ്റായിട്ട് ക്ലാസ്സിലെത്തി, ലാസ്ലോ ക്രാസ്നഹോർക്കായ് അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് നോട്ടൊന്നും എഴുതിയെടുക്കാൻ പറ്റില്ല. അപ്പം എഴുതുക എന്നുള്ളതിൽ നിന്ന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് വെനസ്വേലയുടെ മരിയ കൊറീന മച്ചഡോയ്ക്കാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ഇവർ. വെനസ്വേലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിയുക്തവും സമാധാനപരമായ മാറ്റം കൈവരിക്കുന്നതിനുള്ള പോരാട്ടങ്ങളാണ് ഇവരെ ഈ ഒരു നേട്ടത്തിന് അർഹയാക്കിയത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്ന 20ാമത്തെ വനിത കൂടിയാണ് മരിയ. ഇതിനു പുറമെ നൊബേൽ സമ്മാനം നേടുന്ന 2ാമത്തെ വെനസ്വേല സ്വദേശിനിയാണ് മരിയ. കൂടാതെ ജനാധിപത്യ സംഘടനയായ സുമാറ്റയുടെ സ്ഥാപക കൂടിയാണ്. ഇനി 2025 സമാധാന നൊബേൽ കിട്ടിയ ആളുടെ പേരെങ്ങനെ ഓർത്തിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു യുദ്ധമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എന്താണ്, കുറേ പേര് മരിച്ചു പോകും. കുറേ പേര് മരിച്ചു പോയി കഴിയുമ്പോഴാണ് നമ്മൾ സമാധാനത്തിന് വേണ്ടിയിട്ട് സ്വരമുയർത്തുന്നത്. ഇതിൽ നിന്ന് കണക്ട് ചെയ്യാം. യുദ്ധം ഉണ്ടാകുമ്പോൾ കുറേ പേര് മരിച്ചു പോകും. കൊറീന മച്ചഡോയ്ക്ക്. അപ്പം മരിയ കൊറീന മച്ചഡോയ്ക്ക്. ഇനി സമാധാനത്തിന് വേണ്ടി സ്വരമുയർത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനം എന്നുള്ളതിൽ നിന്ന് പീസ് നൊബേലാണ് ഇവർക്ക് കിട്ടിയതെന്ന് കണക്ട് ചെയ്യാം. ഇനി സ്വരമുയർത്തുന്നു, എന്നുള്ളതിൽ നിന്ന് വെനസ്വേലയിൽ നിന്നുള്ള വനിതയാണ് മരിയ കൊറീന മച്ചഡോ. 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു. 3 പേരാണ് ഇത് പങ്കിട്ടത്. ജോയൽ മോക്കിർ USA, ഫിലിപ്പ് ആക്യോൺ UK, പീറ്റർ ഹോവിറ്റ് USA. ഇനി ഇവർ നടത്തിയ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ ഒരു നൊബേൽ സമ്മാനത്തിന് അർഹരായത്. അതിൽ ജോയൽ മോക്കിറിൻ്റെ സാങ്കേതിക പുരോഗതിയിലൂടെയുള്ള സുസ്ഥിര വളർച്ചയ്ക്കുള്ള മുൻവ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞതിനാണ് നൊബേൽ സമ്മാനത്തിന് അർഹനായത്. ഫിലിപ്പ് ആക്യോണും പീറ്റർ ഹോവിറ്റും സംയുക്തമായിട്ട് നടത്തിയ സൃഷ്ടിപരമായ നാശത്തിലൂടെ സുസ്ഥിര വളർച്ച എന്ന സിദ്ധാന്തത്തിനാണ് അവർക്ക് 2 പേർക്കും സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത്. 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചവരുടെ പേര് ഓർത്തിരിക്കുന്നതിനുള്ള ചെറിയൊരു കോഡാണ് പറയുന്നത്. നമുക്കറിയാം മലയാളത്തിൽ റിലീസായ ഒരു സിനിമയാണ് ഫിലിപ്പ് ആൻഡ് മങ്കി പെൻ എന്നുള്ളത്. അപ്പോൾ ഈ ഫിലിപ്പ് ആൻഡ് മങ്കി പെൻ എന്നുള്ളതിൽ നിന്ന് മങ്കി ഒരു പെറ്റാണെന്ന് ആലോചിക്കുക, ഫിലിപ്പ് ആൻഡ് മങ്കി പെറ്റ് എന്ന് ആലോചിക്കുക.
അതിൽ നിന്ന് നമുക്ക് പേരുകൾ കണക്ട് ചെയ്യാം. ഫിലിപ്പ് എന്നുള്ളതിൽ നിന്ന് ഫിലിപ്പ് ആക്കിയോൺ, മങ്കി മോക്കിർ, ജോയൽ മോക്കിർ. മങ്കി എന്നുള്ളതിൽ നിന്ന് ജോയൽ മോക്കിർ. ഇനി നമ്മൾ മങ്കി ഒരു പെറ്റാണെന്നാണ് ഓർത്തിരിക്കാൻ പറഞ്ഞത്. പെറ്റ് എന്നുള്ളതിൽ നിന്ന് പീറ്റർ, പീറ്റർ ഹോവിറ്റ്. അങ്ങനെ 3 പേരുടെ പേര് നമുക്ക് ഓർത്തിരിക്കാം. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു സിനിമാ പേരാണ്. സിനിമ എന്നുള്ളത് മാധ്യമം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബിസിനസ്സാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചവരുടെ പേര് ഓർത്തിരിക്കാനാണ് നമ്മൾ ഈ ഒരു കോഡ് ഉണ്ടാക്കിയത്. 2025 നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്, ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് അവാർഡ് ലഭിച്ചത്, അതുപോലെ തന്നെ അവരുടെ പേരുകൾ ഓർത്തിരിക്കുന്നതിനുള്ള ചെറിയ കോഡും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫിനിറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്